നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ജീവിതത്തിലെ കഷ്ടതകൾ, നൊമ്പരങ്ങൾ, കനൽ വഴികൾ, ഇതിനെല്ലാത്തിനും തന്നെ ദൈവത്തിന് കൃത്യമായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിലുള്ള ദൈവിക ഉദ്ദേശത്തെ കണ്ടെത്താൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. കണ്ണുനീര് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ അതിൻ്റെ നടുവിലുള്ള ദൈവപ്രവൃത്തിയെ കണ്ണു തുറന്ന് കാണാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവവചന ഭാഗം നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ വളരെയധികം നിർബന്ധിക്കുകയാണ്. ജീവിതത്തിൽ വരുന്ന കഷ്ടതകളുടെ പുറകിൽ ദൈവത്തിനുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ കഷ്ടതകളുടെ നാൾ വഴികളെ നമുക്ക് സന്തോഷത്തോടെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് യെരുശലേം സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. ശിഷ്യന്മാരൊഴികെ, അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും ചിതറിപ്പോയി എന്ന ഒരു വേദഭാഗത്തോടു കൂടിയാണ് അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ദൈവസഭയ്ക്ക് നേരിട്ട ഉപദ്രവം നിമിത്തം അപ്പോസ്തലന്മാരായിരിക്കുന്ന ആൾക്കാരൊഴികെ ബാക്കി എല്ലാവരും തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക്, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അവർ ചിതറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കൂ, വലിയ തകർച്ച. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ രക്ഷിക്കപ്പെട്ട് അകത്ത് വന്ന ദൈവസഭയാണ് യെരുശലേം സഭ. പിന്നീട് അവരുടെ പ്രസംഗങ്ങളുടെ നടുവിൽ ആ സംഖ്യ കൂടിയിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 3000-ൽ നിന്ന് അത് 5000-ആയിട്ട് +5000-ആയിട്ട് ഇപ്പോൾ 8000-ലധികം വിശ്വാസികൾ 2-3 പ്രസംഗത്തിൻ്റെ ഇടയിൽ തന്നെ യെരുശലേം സഭയിൽ അംഗങ്ങളായിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അതിശയകരമായിരിക്കുന്ന ഒരു സംഗതിയാണ്. പൊടുന്നനവെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന, നോക്കി നിൽക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സഭയിലേക്കാണ് വലിയൊരു പ്രശ്നം തള്ളിക്കയറുവാനായിട്ട് ഇടയായിത്തീർന്നത്. 8000-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന ആ സഭയിൽ നേരിട്ട പ്രശ്നം നിമിത്തം അന്നവിടെ ശുശ്രൂഷിച്ചിരുന്ന ശുശ്രൂഷകന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ചിതറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ 12-ലേക്ക് വന്നു വീണു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇത്രയും വലിയൊരു തകർച്ച എന്തുകൊണ്ടാണ് ഈ ദൈവസഭയ്ക്ക് നേരിട്ടത്? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ആ ദൈവസഭയിലേക്ക്, ആ കൂട്ടത്തിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്? നിശ്ചയമായിട്ടും ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഭയങ്കര ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഈ ചില്ലറ പ്രശ്നങ്ങളെ നമുക്ക് സന്തോഷത്തോടെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും. എന്തായിരുന്നു ഈ തകർച്ചകളിലൂടെ, അല്ലെങ്കിൽ ഈ ഉപദ്രവത്തിലൂടെ ദൈവം ഉദ്ദേശിച്ച കാര്യം എന്തായിരുന്നു? തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ 8 വരെയുള്ള അധ്യായങ്ങൾ, 7 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 12 പേരായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് വളരെ മുൻതൂക്കമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശുശ്രൂഷയിൽ മേശമേൽ ശുശ്രൂഷിക്കാനൊക്കെ ചിലരെ നിയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ ഇടയിൽ വിധവമാർ, സാധുക്കളായിരിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടി വരുന്നവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ ആത്മനിയോഗമുള്ള, അല്ലെങ്കിൽ ആത്മാഭിഷേകമുള്ള, നല്ല സാക്ഷ്യമുള്ള ഏതാണ്ട് 7 സഹോദരന്മാരെ അവിടെ തിരഞ്ഞെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇവർ വരുന്നവർക്ക് കഞ്ഞിയും കറിയും വിളമ്പി നടക്കുന്നതായിരുന്നു ഇവരുടെ ജോലി. ഈ സഭയ്ക്ക് നേരിട്ട ഉപദ്രവം നിമിത്തം ആദ്യം നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ആരോരും അറിയപ്പെടാതെ ഏതോ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്ന, അപ്പോൾ തന്നെ ദൈവകൃപയുള്ള, നല്ല സാക്ഷ്യമുള്ള, വചനപരിജ്ഞാനമുള്ള, ദൈവിക വെളിപ്പാടുള്ള ഈ ശുശ്രൂഷകന്മാർ ഈ ഉപദ്രവം നിമിത്തം പുറത്തറിയപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുത്തിയാൽ, ഒരു പ്രതിസന്ധി വരുത്തിയാൽ, ഒരു വെല്ലുവിളി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇന്നലെ വരെ നമ്മളിൽ മയങ്ങിക്കിടന്ന, ഉറങ്ങിക്കിടന്ന, നമ്മളിൽ അന്തർലീനമായിരുന്ന ചില ആത്മീക കൃപാവരങ്ങൾ പുറത്തു വരുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെയും ഉപയോഗിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഉപദ്രവത്തിലൂടെ ദൈവസഭയ്ക്കുണ്ടായതുപോലെ നമുക്ക് ഉണ്ടാകണമെന്ന് ഇന്ന് രാവിലെ ഈ ദൈവവചനത്തിൻ്റെ പ്രഭാഷണത്താൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്നലെ വരെ അടുക്കളയിൽ ഒതുങ്ങപ്പെട്ടവരായിരുന്നു ഈ 7 പേർ. പക്ഷേ ഈ ഉപദ്രവം ഹേതുവായി ഇവർ പുറത്തേക്ക് വരികയാണ്. 7-ാമത്തെ അധ്യായം, 8-ാമത്തെയൊക്കെ അധ്യായം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കുന്ന പ്രഭാഷണം കൊണ്ട് ഈ അടുക്കളയിൽ ഒതുങ്ങിയ സഹോദരന്മാർ ആ സമൂഹത്തെ പിടിച്ചു കുലുക്കുവാനായിട്ട് തുടങ്ങി. ശമര്യയിലേക്ക് ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇറങ്ങിച്ചെന്ന് ആ ശമര്യ പട്ടണത്തെ മുഴുവനും ഇളക്കിമറിച്ച് യേശുവിന് വേണ്ടിയിട്ട് ആ ശമര്യരെ നേടുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉപദ്രവങ്ങൾ നിമിത്തം, വെല്ലുവിളികൾ നിമിത്തം അതിൻ്റെ പുറകിൽ ദൈവത്തിനുള്ള ഉദ്ദേശം ചെറുതല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ആ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ, ആ പ്രതികൂലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനെന്ന് ഇന്ന് രാവിലെ വളരെ ഹൃദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആരോരും അറിയപ്പെടാതിരുന്നവർ
അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് ഒരു ഉപദ്രവ നിമിത്തമാണ്. ഒരു സങ്കട നിമിത്തം നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ നന്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ ശൗലിൻ്റെ മാനസാന്തരമാണ്. പിന്നീട് അവൻ പൗലോസായി തീരുകയാണ്. അന്ന് വരെ സഭയെ ഉപദ്രവിച്ച് നടന്നവൻ ഈ ഉപദ്രവം നിമിത്തം ഉപദ്രവിച്ചവൻ ഉപദേശിയാകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ചില കഷ്ടതകൾ വരുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഇന്ന് വരെ നിങ്ങൾ നേരിട്ടിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉറപ്പിക്കണം, നിങ്ങളെ ഇങ്ങനെ ഉപദ്രവത്തിലേക്ക് നയിച്ചവർ, നിങ്ങളെ ഉപദ്രവിച്ച് വല്ലാതെ ഒരു അനുഭവത്തിൽ നിങ്ങളെ ഒതുക്കിയവർ, നാളെ അവർ അനുഗ്രഹിക്കപ്പെടുന്ന, അവർ വിടുവിക്കപ്പെടുന്ന, അവർ യേശുവിനെ സ്വീകരിക്കുന്ന നല്ല ദിവസങ്ങൾ മുന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ ഉപദ്രവങ്ങളിലൂടെ നമുക്കുണ്ടാകുവാനായിട്ട് ഇടയായി തീരുമാറാകട്ടെ. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സഭ വിട്ട് യെരുശലേം വിട്ട് മാറിപ്പോകാതെ ഇവിടെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ആ കാത്തിരുന്നവരുടെ മേലെ പരിശുദ്ധാത്മാവ് വരികയും ആ സഭ വളരുവാനായിട്ട് തുടങ്ങി. എന്നാൽ ആ വളർച്ചയിൽ മാത്രം ഒതുങ്ങി സുവിശേഷം മറ്റുള്ളവരുടെ ഇടയിലേക്ക് കൊടുക്കാതെ ഇവർ തങ്ങളിൽ തന്നെ ഒതുങ്ങിപ്പോയപ്പോൾ ഈ ഉപദ്രവ നിമിത്തം സംഭവിച്ചത് സുവിശേഷം യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വ്യാപിക്കാനായിട്ട് തുടങ്ങി. അഥവാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം പടരുവാനായിട്ട് ഇടയായി തീർന്നു. സുവിശേഷത്തെ യെരുശലേമിൻ്റെ നാലുകെട്ടിൽ മാത്രം കെട്ടി ഒതുക്കാനാണ് 12 അപ്പോസ്തലന്മാർ ശ്രമിച്ചതെങ്കിൽ ഈ ഉപദ്രവം നിമിത്തം സുവിശേഷത്തെ കർത്താവ് അഴിച്ചുവിടുകയാണ്. അത് ലോകത്തെ കീഴടക്കേണ്ടുന്നതാണ് എന്നുള്ള ബോധ്യം ഈ ഉപദ്രവം വഴി കർത്താവ് ദൈവസഭയ്ക്ക് നൽകി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നു, ചില ഉപദ്രവങ്ങൾ നിങ്ങളുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഏതോ നാലുകെട്ടിൽ ഒതുങ്ങാനുള്ള, ഏതോ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാനുള്ള, 4 അതിർത്തികളിൽ ഒതുങ്ങാനുള്ളവരല്ല നിങ്ങൾ. നിങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ചില ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉറപ്പിക്കണം, നിങ്ങൾക്കൊരു വിശാലത നിങ്ങളുടെ മുന്നിലുണ്ട്. ആ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപദ്രവമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ഈ സങ്കടങ്ങളിൽ, നിങ്ങളുടെ ഈ വേദനകളിൽ, നിങ്ങളുടെ ഈ നൊമ്പരങ്ങളിൽ, നിങ്ങളുടെ ഈ പ്രതികൂലങ്ങളിൽ നിങ്ങൾക്ക് ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും. 3 പ്രധാനപ്പെട്ട വസ്തുതകളെങ്കിലും ഈ ഉപദ്രവം നിമിത്തമുണ്ടായി അടുക്കളയിൽ ഒതുങ്ങിയവർ മുന്നിലോട്ട് കടന്നു വന്ന് സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുന്ന ഒരു കാഴ്ച അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ കാണുന്നു. 4 കെട്ടിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന യെരുശലേമിൻ്റെ 4 മതിലുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്ന സുവിശേഷം അന്ത്യോക്യയിലേക്കും അവിടെ നിന്ന് ലോകത്തിലേക്കും കത്തിപ്പടരുകയാണ്. ഉപദ്രവിച്ച് നടന്നിരുന്നവർ ഉപദേശിമാരായി തീരുന്നത് ഈ ഉപദ്രവത്താൽ നിമിത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പ്രതീക്ഷിക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, നൊമ്പരങ്ങൾ, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.